1202 ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ശരീരത്തിനുള്ള ബലക്കുറവ് മാറിക്കിട്ടുന്നു. ഏതെങ്കിലും രീതിയിൽ ശരീരത്തിന് ശക്തി കുറവായിട്ടോ അല്ലെങ്കിൽ എണീറ്റ് നടക്കാൻ പറ്റാത്ത എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വിറയൽ ഉണ്ടായിട്ടോ ഉള്ള അവസ്ഥകളെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ചില വ്യക്തികൾക്ക് അവർ അറിയാത്ത കാര്യങ്ങൾക്ക് അവർക്കൊരു പേരുദോഷം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ അടുത്ത ബന്ധുവിന്റെ വിയോഗം മൂലം ഉണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നു. അഗ്നിയിൽ നിന്ന് എന്തെങ്കിലും പൊള്ളലേറ്റ് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ കീടനാശിനികൾ തളിക്കുമ്പോഴുണ്ടായ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് മൂലമുള്ള അലർജി കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ചിലർക്ക് വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് സാധിക്കുന്നു. ബന്ധുക്കളുടെ വൈരാഗ്യവും പിണക്കവും ഒക്കെ മാറിക്കിട്ടി യോജിപ്പിലെത്തുന്നു. ചിലർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരു അനുഭവ യോഗം അല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നത് മാറിക്കിട്ടി അതെല്ലാം അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനത്തിന് ഉന്നതി ലഭിക്കുന്ന, പ്രൊമോഷൻ ലഭിക്കുന്നതിന്, സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ പല സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഉദരത്തിന്, അതായത് വയർ സംബന്ധിച്ചുണ്ടായിരുന്ന പല അസുഖങ്ങളും അത് ഏതാണോ അതൊക്കെ കണ്ടുപിടിച്ച് തക്ക ചികിത്സ ലഭിക്കുന്നതിനാൽ അതിനും ഒരു ആശ്വാസം ലഭിക്കുന്നു. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ശല്യം കുറയുന്നു. പുത്രനുള്ള രോഗവും വിദ്യാ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ നിങ്ങൾക്ക് അടുത്ത മാസം വാങ്ങുന്നതിന് സാധിക്കുന്നു. ഈ മാസം സാധിക്കുന്നതായിട്ട് കാണുന്നില്ല. അശ്രദ്ധ കാണിച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിവാഹം നിശ്ചയിച്ചത് ചിലപ്പം കുറച്ച് ദിവസത്തേക്കൂടി ഒന്ന് മാറ്റിവെക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ ഔട്ട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 6 വയസ്സ് വരെയുള്ള ഔട്ട നക്ഷത്രക്കാർക്ക് വിഷ ജന്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ വിഷവസ്തുക്കളിൽ നിന്നൊക്കെ ഉപദ്രവം ഉണ്ടാകാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ഈ കുട്ടിയെ ശ്രദ്ധിക്കുക. ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രായത്തിൽ ചില സമയങ്ങളിൽ ഗുരുതരമാകാൻ ഒരു സാധ്യത കാണുന്നതിനാൽ ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഉടൻ തന്നെ ഒരു വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. കുടുംബത്തില് ധനം വരുന്നതിന് സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ആയതിനാൽ നേരായ മാർഗത്തിൽ തന്നെ വീട്ടുകാർ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ധനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. സന്തോഷകരമായ പലതും കുടുംബത്തിൽ നടക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ സ്കൂളിൽ ചേരുന്നതിനും പഠിക്കുന്നതിനൊക്കെ തുടർന്ന് വിദ്യാഭ്യാസം കൊണ്ടുപോകുന്നതിനൊക്കെ ഭാഗ്യം ഈ കുട്ടിക്കുണ്ട്. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നതിനും അതുപോലെ തന്നെ പുണ്യ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതിനുള്ള യോഗവും ഈ സമയം കാണുന്നുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ചിലർക്ക് അന്യദേശവാസവും കാണുന്നുണ്ട്. 6 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില അവസരത്തിൽ പ്രതീക്ഷിക്കാത്ത പലരിൽ നിന്നും ചില ഗുണങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പല നേട്ടങ്ങളും ഒക്കെ ലഭിക്കാം. അതുപോലെ തന്നെ ഒരു വിധത്തിൽ ഒരു നല്ല കാലമെന്ന് ഇതിനെ പറയാം. വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതിന് സാധിക്കുന്നു. ചില അലർജികൾ ഉണ്ടാകാം. ത്വക്കിന് ചില പ്രയാസങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. പല രീതിയിലുള്ള ത്വക്ക് രോഗങ്ങൾ വന്നേക്കാം. നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് കുടുംബസമേതം മാറി താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ഈ സമയം ചിലർ നിങ്ങളെ ചതിയിലും വഞ്ചനയിലും പെടുത്താനായിട്ട് ശ്രമിക്കും. അതിലൊന്നും വീഴാണ്ടിരിക്കുക. ജാഗ്രത പാലിച്ചാൽ മതിയാകും. ധനവും സ്വർണവും വസ്തുവകൾ ആർക്കും നിങ്ങൾ കടമായി കൊടുക്കരുത്. അതായത് നിങ്ങളെ സ്വർണമായിട്ടായിരുന്നാലും ധനം ഉണ്ടെങ്കിലും വസ്തുവകൾ ആർക്കെങ്കിലും പണയം വയ്ക്കുന്നതിനോ ഈട് കൊടുക്കുന്നതിനോ ഒന്നും ആർക്കും കൊടുക്കരുത്. കാരണം ഇതൊന്നും തിരികെ കിട്ടുന്നില്ല. അതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കൃഷിയിൽ നിന്നും പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാത്ത ഒരു അവസ്ഥ വരുന്നതിന് സാധ്യതയുണ്ട്. ആയതിനാൽ അതൊന്നും ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസം കുഴപ്പമില്ലാതെ തുടർന്ന് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇഷ്ട വിഷയം പഠിക്കുന്നതിനും ഈ കുട്ടിക്ക് യോഗം കാണുന്നുണ്ട്. കൃഷിഭൂമി, ഒരു കൃഷിഭൂമി കൂടി അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. തോട്ടം മുതലായവ വാങ്ങുന്നതിനും ഒരു യോഗമുണ്ട്. ചിലർക്ക് ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകാം. ജ്വരം പോലത്തെ പനി വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. എന്നാലും ചികിത്സ തേടിയാൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ പ്രേമമുള്ളവർക്ക് ഈ കാലം ഒരു യോജിച്ചതല്ല. അത് പരാജയമാകാനായിട്ടാണ് സാധ്യത കാണുന്നത്. 24 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധമായി ഏറെ പുരോഗതി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്.
ഉദ്യോഗസ്ഥർക്കും മറ്റും തൊഴിൽ ചെയ്യുന്നവർക്കും വ്യവസായം വ്യാപാരം എന്നിവ നടത്തുന്നവർക്കും ഗുണകരമായ ഒരു സമയമാണ്. ഏറെ സാമ്പത്തിക ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ലഭിക്കും. ധാരാളം നേട്ടങ്ങളും ഉണ്ടാകുന്നു. അന്യ ആൾക്കാരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് പല രീതിയിലുള്ള ധനപരമായും അല്ലാതെയും നേട്ടങ്ങളും സഹായങ്ങളും ഉണ്ടാകാം. ഉദ്യോഗം ലഭിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനും മറ്റുള്ളവർക്ക് ഉദ്യോഗം ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം കഴിക്കാനും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനും ഈ സമയം യോഗം ഉണ്ട്. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ശല്യം ഉണ്ടായിരുന്നിരിക്കാം. സർക്കാർ ഭാഗത്തു നിന്നും അധികാരികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പല ഗുണങ്ങളും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനും യോഗം ഈ സമയം കാണുന്നുണ്ട്. മോഷ്ടാക്കളെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചൂതുകളി വഴിയും അമിതമായ ലോട്ടറി ടിക്കറ്റ് വഴിയും മദ്യപാനം വഴിയും ചിലർ നശിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ശ്രമിക്കരുത്. അമിതമായി ലോട്ടറി ടിക്കറ്റ് എടുക്കരുത്. മാസത്തിൽ 1-2 ടിക്കറ്റ് എടുക്കുന്നതിന് വലിയ പ്രശ്നം വരുന്നില്ല. കൃഷി മേഖല ഉള്ളവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. 40 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് സ്വന്തം നിലയ്ക്ക് ചേരാത്ത ആളുകളുമായി ഒരിക്കലും ഒരു വാക്ക് തർക്കത്തിനും അങ്ങനെ ഒരു കാര്യത്തിനും നിങ്ങൾ ഇടപെടരുത്. ഈ സമയം ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നേക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതങ്ങ് വെറുതെ വിട്ടാൽ മതിയാകും. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഏതായാലും സമ്പത്തും ഐശ്വര്യങ്ങളും നിലനിൽക്കുന്ന ഒരു സമയവും കൂടിയാണിത്. ചിലർക്ക് ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. വാദം, ഉഷ്ണരോഗം തുടങ്ങിയവ വരാം. പിത്തരസങ്ങളുടെ അസന്തുലിതാവസ്ഥ മൂലമുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കൃഷിക്കാർക്ക് അധിക വരുമാനം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാതാപിതാക്കൾക്ക് ചില അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അവർക്ക് രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം. സർക്കാരിൽ നിന്നോ അധികാരികളിൽ നിന്നോ ചില അനിഷ്ടങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഐശ്വര്യം നിലനിർത്തുവാൻ വേണ്ടി ഈ സമയം പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ സമയം നിങ്ങൾക്ക് അധ്വാനം ഏറിയിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ധനപരമായി നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 59 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മുൻകാലത്തെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടുന്നു. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. പുതിയ മിത്രങ്ങളെയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇവിടെ വിദ്യയുടെ മാഹാത്മ്യം കൊണ്ട് പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നു. ധനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മനസ്സമാധാനവും ഐശ്വര്യവും നിലനിർത്താൻ സാധിക്കുന്നു. ഡിപ്രഷൻ മുതലായ മനോവിചാരം ഉള്ളവർക്കാണെങ്കിൽ അതിന് ഒരു കുറവ് വരുന്നു. ബുദ്ധിയുടെ ഗതി നേരെയാകുന്നു. ഉത്തമമായ വാഹനങ്ങൾ വാങ്ങുന്നതിനും ഇവിടെയും യോഗമുണ്ട്. നല്ലൊരു വീട് നിർമ്മിച്ച് താമസിക്കുന്നതിനും യോഗം കാണുന്നുണ്ട്. ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കുന്ന ഒരു സമയമാണ്. ദാനധർമാദികൾ നടത്തുവാനായിട്ട് സാധിക്കുന്നു. ചിലർക്ക് അപൂർവമായി ചില പ്രത്യേക പദവിയുള്ള 5 വർഷത്തേക്കുള്ള അധികാരമുള്ള ഒരു നല്ല ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഈ സമയം ചിലർക്ക് ചിലരെ നമ്മൾ നോക്കിയാൽ ആത്മീയതയിലേക്ക് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. 76 വയസ്സിന് മുകളിലോട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് കഴിവതും തർക്കങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാം ഒരു രമ്യതയിലോ മധ്യസ്ഥൻ വഴിയോ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം ആദായം ലഭിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ധനത്തിന് കുറവ് വരുന്നില്ല. പക്ഷേ ചിലർക്ക് തൽപര കക്ഷികളുമായി ചേർന്ന് ചതിയും വഞ്ചനയും ഒക്കെ അകപ്പെടുന്നതിനൊരു സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകാൻ സാധിക്കും. ചില നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല. വാദപ്രതിവാദങ്ങൾക്ക് ഒന്നും പങ്കാളിയാകരുത്. സർക്കാരിൽ നിന്നും ആദരവ് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം പുതിയതായി കേസുകൾ തുടങ്ങാൻ നല്ലൊരു സമയമല്ല. പരാജയം വന്നേക്കാം. നിലവിൽ നിങ്ങൾ കേസ് ഉണ്ടെങ്കിൽ അത് ജയിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ബുധനും ഗുരുവും കൂടി കർക്കിടക രാശിയിൽ യോഗം വരുന്നതിനാല് ബുദ്ധിശക്തി, സാമ്പത്തിക പുരോഗതി, മികച്ച സംസാര ശേഷി എന്നിവ ഉണ്ടാകുന്നതിന് യോഗം സഹായകമാകുന്നു. വ്യക്തികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും അറിവും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള കഴിവും അവർക്ക് ലഭിക്കുന്നു. നല്ലൊരു പ്രഭാഷകനാകാൻ ചിലർക്ക് സാധിക്കുന്നു. നല്ലൊരു ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലി ഉള്ളതിനാല് അവർക്ക് നല്ലൊരു പ്രാസംഗികനാകാൻ സാധിക്കുന്നു. അതുപോലെ ധനനേട്ടം ഉണ്ടാകാം. കരിയറിലും ബിസിനസ്സിലും വലിയ നേട്ടങ്ങളും
സാമ്പത്തിക സ്ഥിരതയും കൈവരിക്കാൻ സാധിക്കുന്നു. കലകൾ ആയ സംഗീതം, നൃത്തം, സാഹിത്യം, അഭിനയം തുടങ്ങിയ കലകളിൽ അവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കലാകാരന്മാർക്ക് മാത്രമല്ല, കൊച്ചുകുട്ടികൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു കലകളിലേക്ക് വരുന്നവന് അവരെ നിരുത്സാഹപ്പെടുത്തരുത്, പ്രോത്സാഹിപ്പിക്കുക. ഈ യോഗത്തിന്റെ ഒരു ഗുണം മൂലം മറ്റൊരു ഗുണം പറയുകയാണെങ്കിൽ എല്ലാവരോടും വളരെ സ്നേഹവും ഐക്യമായിട്ടും ഒക്കെ ഒരു ദയാപരമായിട്ടൊക്കെ പെരുമാറാൻ സാധിക്കുന്നു. അവരുടെ വിഷമങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരു സന്മനസ്സുണ്ടാകുന്നു. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിർത്തുന്നതിന് അവർക്ക് സാധിക്കുന്നു. അതുപോലെ ചിങ്ങരാശിയിൽ സൂര്യകേതു യോഗം നടക്കുന്നതിനാല് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കാരണം ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. അശുഭകരമായ യോഗമാണിത്. ആത്മവിശ്വാസമുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് ആത്മവിശ്വാസം ഇല്ലാണ്ടാകാം. ഇച്ഛാശക്തി വളരെയധികം ബാധിക്കുന്ന ഒരു യോഗമാണ്. അതുപോലെ തന്നെ വയറ് സംബന്ധിച്ച് നിരവധി അസുഖങ്ങൾ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തലവേദന വരാം. അതുപോലെ ഈ മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്കൊക്കെ അത് കൂടുതലാകാം. ഊർജ്ജക്കുറവ് വരാം, ഉന്മേഷക്കുറവ്, ശക്തിക്കുറവൊക്കെ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഇതെല്ലാം ഈ യോഗത്തിന്റെ ഒരു പരിണിത ഫലങ്ങളാണ്. അതുപോലെ ചിലർക്ക് കരിയറിലും ബിസിനസ്സും അവരുടെ തൊഴിലിലൊക്കെ തന്നെ അവർക്ക് ഒരു നിർണായകമായ തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവർ ആശയക്കുഴപ്പത്തിലും മനസ്സംഘർഷവും ഉണ്ടാകുന്നവരുണ്ട്. അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ അനാവശ്യമായി ആർക്കും ഒരു വാഗ്ദാനം കൊടുക്കാണ്ടിരിക്കുക. ഈ സമയത്ത് ആരുമായിട്ടും വാക്ക് തർക്കത്തിനോ വഴക്കിനോ ബഹളത്തിനോ ഒന്നും പോകാണ്ടിരിക്കുന്നത് ഏറ്റവും അനുകൂലമായിരിക്കും. ചന്ദ്രശുക്ര യോഗം നടക്കുന്നതിനാൽ അത് കന്നി രാശിയിലാണ് നടക്കുന്നത്. അത് ഒരു മനുഷ്യന്റെ മനസ്സിനെയും സർഗാത്മികതയെയും അതുപോലെ ജീവിത രീതിയെ തന്നെ വളരെയധികം ഗുണകരമായി സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണിത്. അത് കന്നിരാശി ബുധന്റെ വീടാണ്. ശുക്രൻ ഇവിടെ നീചസ്ഥനായിട്ടാണ് കാണപ്പെടുന്നത്. സംഗീതം, നൃത്തം, ചിത്രകല, ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മിക കലകളിൽ ആ മേഖലകളിൽ ഉള്ളവർക്ക് വളരെയധികം ഗുണം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും അവരോടൊത്ത് അനുകമ്പയോടെ പെരുമാറാനും ഈ യോഗം മൂലം സാധിക്കുന്നു. അതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യതയോടെ ഒരു ടൈം ബോണ്ടായിട്ട് ചെയ്തു തീർക്കേണ്ട വർക്കുകളായ കോൺട്രാക്ട് വർക്ക് അല്ലെങ്കിൽ അതുപോലെ പ്രോജക്ട് വർക്കുകളൊക്കെ കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ അശ്രദ്ധപരമായ വസ്ത്രധാരണ രീതിയും വ്യക്തി ശുചിത്വം ഇല്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ഈ യോഗത്തിന്റെ ആ ഒരു ശക്തി മൂലം അവർക്ക് വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനും പരിസരങ്ങളും അതുപോലെ വീടും ഒക്കെ ശുദ്ധി ചെയ്യുന്നതിനും അവർക്ക് ഒരു കഴിവ് ഈ യോഗം മൂലം ഒരു പ്രേരണ അവർക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഒരു ന്യൂനത മാത്രമാണ് ഈ യോഗത്തിനുള്ളത്. പ്രണയം ഉള്ളവർക്കും സ്നേഹമുള്ളവർക്കും എല്ലാം ആത്മാർത്ഥയാണെങ്കിൽ തന്നെയും ഈ യോഗത്തിന്റെ അതായത് കന്നിരാശിയിൽ ശുക്രന്റെ ബലക്ഷയം ആ നീചാവസ്ഥ മൂലം പ്രണയബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലൊക്കെ ആത്മാർത്ഥത ഉണ്ടെങ്കിലും തെറ്റിദ്ധാരണ വരുന്നതിന് സാധ്യതയുണ്ട്. അതുമൂലം അനാവശ്യമായ ചിന്തകളോ മാനസികവോ സംഘർഷങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഉള്ള ജ്യോതിഷപരമായോ പൂജപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ചിങ്ങമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.